ആ സമയത്ത് മനുഷ്യന് ചിന്തിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. അവരുടെ ഒരേ ഒരു ലക്ഷ്യം അതിജീവനം മാത്രമായിരുന്നു. തന്നേക്കാൾ ശക്തരായ ജീവികളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന ചിന്ത മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ നിരന്തരമായ ഭയത്തിൻ്റെ ഇടയിലും അവർ പഠിച്ചുകൊണ്ടിരുന്നു. പതിയെ പതിയെ അവർ കാടിനെ പഠിച്ചു. പല ആയുധങ്ങൾ നിർമ്മിക്കാൻ പഠിച്ചു. ജീവികളുടെ ആക്രമണ രീതികൾ പഠിച്ചു. പക്ഷേ എത്രയൊക്കെ ആയിട്ടും ഒളിഞ്ഞു നിന്ന് നേരിടുക എന്നല്ലാതെ മുൻപോട്ട് വരാൻ അവർക്ക് ഭയമുണ്ടായിരുന്നു. കാരണം പൂർണ്ണമായും എല്ലാത്തിനെയും അവർ കീഴടക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു അദൃശ്യ ശക്തി അപ്പോഴും അവരുടെ മുൻപിലുണ്ടായിരുന്നു. അതിനെ കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അവർ വിറച്ചു പോകുമായിരുന്നു. ഇടിമിന്നലോടുകൂടി ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു ശക്തി, വനത്തെ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ കഴിവുള്ള ശക്തി, മൃഗങ്ങളെ പൂർണ്ണമായും ചുട്ടുകളയാൻ ശേഷിയുള്ള ഒരു ശക്തി. ഒരേ സമയം അത്ഭുതവും ഭയവും ജിജ്ഞാസയും അവർക്ക് തോന്നിയത് ആ ശക്തിയെ കണ്ടപ്പോഴാണ്. ജീവനുള്ളതുപോലെ അത് നൃത്തം ചെയ്യുന്നു. അതിന് വളരുവാൻ സാധിക്കുന്നു. മറ്റു ജീവികളെ ഭക്ഷിക്കുവാൻ സാധിക്കുന്നു. അത് എവിടെ പോകുന്നുവോ അവിടെയെല്ലാം അത് നശിപ്പിക്കുന്നു. എന്തൊരു തിളക്കമാണതിന്! അതിന് ജീവനുണ്ടോ? ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ശരീരമില്ല, കണ്ണില്ല, കൈയില്ല, കാലില്ല. നമ്മൾ അറിയുന്ന ജീവന്റെ അടയാളങ്ങളൊന്നുമില്ല. അപ്പോ അതിന് ജീവനില്ല അല്ലേ? അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഈ കല്ലിന് ജീവനില്ല, ഈ മരക്കഷ്ണത്തിന് ജീവനില്ല. കാരണം എന്താ? അത് അനങ്ങുന്നില്ല. എന്നാൽ അത് ചലിക്കുന്നുണ്ട്. അത് ബാക്കി ജീവികളെ ഭക്ഷിക്കുന്നുണ്ട്, രൂപം മാറുന്നുണ്ട്, ഒഴുകി നടക്കുന്നുണ്ട്. അപ്പോ പിന്നെ എന്താണ് ശരിക്കും അത്? അറിയില്ല. പക്ഷേ ഒന്നറിയാം, അതിനെ നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. ഒരിക്കൽ പോലും ആ ശക്തി എന്താണെന്ന് നമുക്ക് പിടിതരില്ല. എന്നാൽ തീയിലൊതുങ്ങുന്നതായിരുന്നില്ല മനുഷ്യന്റെ ഉള്ളിലെ സംശയങ്ങൾ. അവർ എത്തിപ്പെട്ട ഈ ലോകത്തിന്റെ ചുരുളുകൾ അഴിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് ഈ ലോകത്തിന്റെ അർത്ഥം? എന്തിനാണ് നമ്മൾ ഇവിടെ എത്തിയത്? ഭൂമിയുടെ പല ഭാഗങ്ങളിലായി എത്തിയ മനുഷ്യർ അന്വേഷിക്കുവാൻ ആരംഭിച്ചു. അവർക്ക് പരസ്പരം മനസ്സിലാകുന്ന രീതിയിൽ അവർ ആ ലോകത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. അന്ന് കപ്പലിൽ പോകുന്നവരുടെയെല്ലാം പ്രധാന പേടി ഒന്നു മാത്രമായിരുന്നു: എവിടെയാണ് ഇതിന്റെ അവസാനം? എത്ര ദൂരം പോയാൽ താഴേക്ക് വീഴും? കാഴ്ചയ്ക്കപ്പുറമുള്ള കടൽ അവർക്ക് ഭയമായിരുന്നു. അച്ഛാ, എന്താണ് കടലിനപ്പുറമുള്ളത്? 10 വയസ്സുകാരനായ അലക്സാന്ദ്രിയോസ് തന്റെ അച്ഛന്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ടാണത് ചോദിച്ചത്. അച്ഛനായ പെനലോപ്പ് ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു. വർഷങ്ങളായി അയാളും മറന്നുപോയ സത്യമായിരുന്നു അത്. അയാൾ മകന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. മകനെ, അത് അന്വേഷിക്കാൻ പോയവരൊന്നും തന്നെ തിരിച്ചു വന്നിട്ടില്ല. അതെന്താ? ഇപ്പോഴും ആർക്കും വ്യക്തമായി അറിയില്ല. പലരും പല കഥകളാണ് പറയുന്നത്. എന്തൊക്കെ കഥകളാണ് അച്ഛാ? ഒരു കൂട്ടം പറയുന്നു അവിടെയാണ് നമ്മുടെ ലോകത്തിന്റെ അവസാനമെന്ന്. ആ അറ്റത്തെത്തിയാൽ കടലിലെ വെള്ളമെല്ലാം താഴേക്ക് വീഴുന്നത് കാണാമെന്നവർ പറയുന്നു. അതിൻ്റെ ഒപ്പം നമ്മളും താഴേക്ക് വീഴുന്നു. മറ്റൊരു കൂട്ടം പറയുന്നു അവിടെയാണ് രാക്ഷസന്മാരുടെ സ്ഥലമെന്ന്. അച്ഛൻ ഇതിലേതാ വിശ്വസിക്കുന്നത്? അച്ഛന് രണ്ടിലും വിശ്വാസമില്ല. അതെന്താ? മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണോ ഈ ലോകത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ? പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഭാവിയിൽ നീ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയാലും ഒരു കാര്യം മറക്കരുത്: നിന്റെ ചുറ്റുമുള്ള ഈ വിചിത്ര ലോകം, ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് നീ കണ്ടുപിടിക്കണം. ഒരു കാരണവശാലും ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കരുത്. അതിപ്പോൾ ശാസ്ത്രമായാലും മതമായാലും. മകൻ അച്ഛൻ പറഞ്ഞത് വിസ്മയത്തോടെ കേട്ടു. ശേഷം താഴേക്ക് നോക്കി. കാൽപാദങ്ങൾ പൂഴുന്ന മണല്. മുകളിലേക്ക് നോക്കി. പരന്നു കിടക്കുന്ന നീലാകാശം.
കടലിലേക്ക് നോക്കി. നിരന്തരം നൃത്തം ചെയ്യുന്ന തിരമാലകൾ. ചുറ്റും തിരിഞ്ഞു നോക്കി. കാറ്റിൽ ആടിയൊലയുന്ന പച്ചമരങ്ങൾ. പക്ഷെ അച്ഛന് തോന്നുന്നുണ്ടോ ഈ മായാലോകം എന്തെങ്കിലും നമുക്ക് പിടിതരുമെന്ന്? രാത്രിയിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അന്ന് പൈതഗോറസ്. എല്ലാ രാത്രിയിലും ഒറ്റയ്ക്ക് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു പതിവ് അയാൾക്കുണ്ടായിരുന്നു. പകൽ സമയങ്ങളിലെ തിരക്കുകളിൽ നിന്നും അയാളുടെ മനസ്സ് ശാന്തമാകുന്നത് അപ്പോഴായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു വിചിത്ര ചിന്ത അയാളിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ് ചന്ദ്രന്റെ പുറത്തൊരു വളഞ്ഞ നിഴൽ വരുന്നത്? ആ ചോദ്യം അയാളുടെ ശരീരമാകെ കയറി. ശാന്തമായ അയാളുടെ മനസ്സിനെ അത് പിടിച്ചുകുലുക്കി. പിന്നീടുള്ള ഓരോ ദിവസവും അയാളുടെ നിരീക്ഷണം അത് മാത്രമായി മാറി. പകലുള്ള അയാളുടെ ജീവിതം വെറും വിരസത നിറഞ്ഞതാകുവാൻ തുടങ്ങി. അയാളുടെ ആഹ്ലാദം രാത്രിയിലെ ആ വാന നിരീക്ഷണം മാത്രമായി മാറി. അങ്ങനെ മാസങ്ങൾ നീണ്ട നിരീക്ഷണങ്ങൾക്കൊടുവിൽ അയാളുടെ മനസ്സിലേക്ക് ആ ചിന്ത കയറി വന്നു. ആ നിഴൽ നാം നിൽക്കുന്ന ഈ ലോകത്തിൻ്റെതാണെങ്കിലോ? പക്ഷേ നാം നിൽക്കുന്നത് പരന്ന ഒരു സ്ഥലത്തല്ലേ? ഇവിടെ എവിടെയാണ് വളവ്? തന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ആ ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യം അയാളെയും ചിന്തിപ്പിച്ചു. ഈ പരന്ന ലോകം എങ്ങനെയാണ് വളഞ്ഞ നിഴൽ സൃഷ്ടിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും നിരീക്ഷിച്ചിട്ടും അതിനൊരുത്തരം അയാൾക്ക് ലഭിച്ചില്ല. മാസങ്ങൾ മുൻപോട്ട് പോയി. അന്ന് പൈതഗോറസ് തന്റെ ശിഷ്യന്മാരുടെ കൂടെ കടൽ തീരത്തിരിക്കുകയായിരുന്നു. ഇരിക്കുന്നത് അവിടെയാണെങ്കിലും പൈതഗോറസിന്റെ മനസ്സ് മറ്റിടങ്ങളിലായിരുന്നു. പെട്ടെന്നായിരുന്നു അയാളത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്നുള്ള നിരവധി കപ്പലുകൾ. അവയെല്ലാം കരയിലേക്ക് അടുക്കുകയാണ്. കുറച്ച് നിമിഷത്തിലേക്ക് അയാളുടെ ശ്രദ്ധ അതിലേക്കായി. ഒരു വിചിത്ര ചിന്ത അയാളുടെ തലയിലേക്ക് നുഴഞ്ഞു കയറി. തന്റെ ശിഷ്യന്മാരോട് അയാൾ അത് ചോദിക്കുകയും ചെയ്തു. ഈ അകലെയുള്ള കപ്പലുകളുടെ ഏത് ഭാഗമാണ് നാം ആദ്യം കാണുന്നത്? മുകളിലത്തെ ഭാഗം. പൈതഗോറസിന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുയർന്നു. എന്തുകൊണ്ടാണ് ആദ്യം മുകളിലത്തെ ഭാഗം കാണുന്നത്? എല്ലാം പരന്നല്ലേ കിടക്കുന്നത്? അപ്പോ അതിൻ്റെ പൂർണ്ണമായ ഭാഗമല്ലേ നാം കാണേണ്ടത്? ചെറുതിൽ നിന്നും വലുതായി വരുന്നത്? ആ ചോദ്യം ശിഷ്യന്മാരെ ആശയക്കുഴപ്പത്തിലാക്കി. അവരുടെ മുഖത്ത് അമ്പരപ്പും കൗതുകവും കൂടിക്കലർന്നു. അവരാലോചിക്കുവാൻ തുടങ്ങി. പരസ്പരം നോക്കി. വിസ്മയത്തോടെ കടലിലേക്ക് നോക്കി. മണിക്കൂറുകൾ മുൻപോട്ട് പോയി. സൂര്യൻ താഴ്ന്നു. ചർച്ച അവരുടെ പതിവ് സ്ഥലമായ പൈതഗോറസിന്റെ ബാൽക്കണിയിൽ തുടർന്നു. പക്ഷെ എത്ര ആലോചിച്ചിട്ടും അവരിൽ ആർക്കും തൃപ്തികരമായ ഉത്തരം കിട്ടിയില്ല. സമയം വൈകിയപ്പോൾ അവർ പിരിഞ്ഞു. പക്ഷെ പെട്ടെന്നായിരുന്നു ശിഷ്യരിൽ ഒരുവൻ ആ കാര്യം പറഞ്ഞത്. ചിലപ്പോ ആ കടലിന്റെ ആ അറ്റത്ത് ചെറിയ ഒരു വളവുണ്ടെങ്കിലോ? ആ ഒരു ഉത്തരത്തിനു വേണ്ടിയായിരുന്നു പൈതഗോറസ് അത്രയും നേരം കാത്തിരുന്നത്. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എങ്ങനത്തെ വളവ്? അതറിയില്ല. പക്ഷേ അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. കപ്പലുകൾ താഴെ നിന്ന് പൊന്തി വരുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ ഉപരിതലം താഴ്ന്നതാകണം, അല്ലെങ്കിൽ വളഞ്ഞതാകണം, അല്ലേ? ഉടൻ തന്നെ അയാൾ മുകളിലെ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചു. ഇതാണോ ആ വളവ്? ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. അവർ കൗതുകത്തോടെ ചന്ദ്രനിലേക്കും അയാളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ചന്ദ്രന്റെ മുകളിലുള്ള ആ വളഞ്ഞ നിഴലും കടലിന്റെ അറ്റത്തുള്ള ആ വളവും ഒന്ന് തന്നെയാണെങ്കിലോ? ശിഷ്യന്മാരുടെ ശ്രദ്ധ പൂർണ്ണമായും അയാളിലേക്ക് ചുരുങ്ങി. ഒരു പന്തിനെ 10 മടങ്ങ് വലുതാക്കി അതിന്മേൽ ഒരു ഉറുമ്പിനെ ഇരുത്തുക. ആ ഉറുമ്പിന് എപ്പോഴെങ്കിലും മനസ്സിലാകുമോ താൻ നിൽക്കുന്നത് ഒരു ഗോളത്തിന്റെ പുറത്താണെന്ന്? അതിനെ സംബന്ധിച്ചിടത്തോളം ലോകം പരന്നതല്ലേ? ശിഷ്യന്മാർ പരസ്പരം നോക്കി. അവർക്കൊരേ സമയം ഭയവും ജിജ്ഞാസയും കൂടി. ലോകത്തെക്കുറിച്ചുള്ള അവരുടെ മുഴുവൻ സങ്കല്പങ്ങളും ഒന്നടങ്കം ഇളകി മറിയുന്നതായി അവർക്ക് തോന്നി. അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത്? ഈ ഉറുമ്പിനെ പോലെ
നമ്മളും നിൽക്കുന്നത് ഒരു വലിയ ഗോളത്തിന്റെ മുകളിലാണെങ്കിലോ?